അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അതിന് നമ്മൾ ആദ്യം പിൻട്രസ്റ്റിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ എടുക്കുക, ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ. അത് എന്നിട്ട് പേപ്പർ കോപ്പി ആപ്പിലിട്ടിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയുമെന്ന് തോന്നുന്നു, ഞാൻ ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇതിൽ പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ശരിക്കും ഞാൻ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കാറ്. അങ്ങനെ വരച്ചിട്ട് അതിനുള്ളിൽ കളർ കൊടുക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം ട്രേസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കോ നമ്മുടെ ഐഡിയാസിനോ അല്ലെങ്കിൽ ആ ഫോട്ടോയിലുള്ള പോലെയോ കളർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കുക. അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. പിന്നെ നമ്മൾ സ്റ്റിക്കറാക്കി എങ്ങനെ എടുത്തു വെക്കാമെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ചെയ്യാം. അതായത് ഇതിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കി എടുക്കാം, ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഗം തേച്ച് ഒട്ടിക്കാനും എടുക്കാം. ഞാനിപ്പം വിചാരിക്കുന്നത് ഗം ചെയ്തിട്ട് ജേർണലിങ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ എങ്ങനെ ജേർണലിങ് ചെയ്യാമെന്ന് കാണിച്ചു തരാവേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.